students, welcome back to my channel. IoT Module 3 അടുത്ത ഒരു important question ആണ് RPL encryption and authentication on constraint nodes. അപ്പോൾ പാർട്ട് ബി ക്കകത്ത് 7 മാർക്സിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ എന്താണെന്ന് നോക്കാം. RPL means routing protocol for low power and lossy networks. Low power ആവശ്യമുള്ള limited bandwidth, high packet loss ഇങ്ങനെയുള്ള കുറേ കൺസ്ട്രെയിൻസ് ഉള്ള IoT നെറ്റ്വർക്കിന് വേണ്ടി സ്പെസിഫിക്കലി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു റൂട്ടിംഗ് പ്രോട്ടോകോൾ ആണ് RPL എന്ന് പറയുന്നത്. ഈ RPL നെറ്റ്വർക്കിനെ ഓർഗനൈസ് ചെയ്തേക്കുന്നത് ഡയറക്റ്റഡ് അസൈക്ലിക് ഗ്രാഫ് മോഡലിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഡാറ്റ റൂട്ടിംഗ് നടക്കും. ഈ ഡയറക്റ്റഡ് അസൈക്ലിക് ഗ്രാഫ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലെ? അതായത് നമ്മൾ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ആ ഗ്രാഫിന്റെ അകത്ത് സൈക്കിൾസ് ഫോം ആവില്ല. അതുപോലെ ഒരു നോഡിൽ നിന്ന് അടുത്ത നോഡിലേക്ക് ഡയറക്ഷൻസ് കാണിക്കും. അപ്പോൾ RPL ഓപ്പറേറ്റ് ചെയ്യുന്നത് കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള എൻവയോൺമെന്റ്സിലാണ്. അവിടെയുള്ള നോഡുകൾക്ക് എന്താണ് പ്രത്യേകത? ലിമിറ്റഡ് കമ്പ്യൂട്ടിംഗ് പവർ, മെമ്മറി, അതുപോലെ ബാറ്ററി ലൈഫേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു നെറ്റ്വർക്കിൻ്റെ അകത്ത് കമ്മ്യൂണിക്കേഷൻ സെക്യൂർ ആക്കണമെങ്കിൽ അവിടെ നമ്മൾ എൻക്രിപ്ഷൻ, ഒതന്റിക്കേഷൻ ഒക്കെ എൻഷുർ ചെയ്യേണ്ടത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെൻഡറിൽ നിന്ന് ഒരു റിസീവറിലേക്ക് മെസ്സേജ് അയക്കുമ്പോൾ അത് ആ ഡാറ്റനെ എൻക്രിപ്റ്റഡ് ആവും. അതായത് സെൻഡർക്കും റിസീവർക്കും മാത്രമേ അത് വായിക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലേക്ക് അതിനെ എൻക്രിപ്റ്റഡ് ആയിട്ടൊരു ഫോമാറ്റിലേക്ക് മാറ്റും. അപ്പോൾ മൂന്നാമതൊരാൾ അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാലും അവർക്കതിന് ആ മെസ്സേജ് കണ്ടുപിടിക്കാൻ പറ്റില്ല. ആ ഒരു എൻക്രിപ്റ്റഡ് ഫോമാറ്റിലേക്ക് ആ മെസ്സേജിനെ കൺവേർട്ട് ചെയ്യും. ഇനി അടുത്തത് ഒതന്റിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയാണോ യൂസ് ചെയ്യുന്നത് അവരെല്ലാം അവരുടെ ഐഡന്റിറ്റി ചെക്ക് ചെയ്യും. ഇത് കറക്റ്റ് യൂസർ ആണോ ഇത് യൂസ് ചെയ്യുന്നത്? അപ്പോൾ അവരുടെ ഐഡന്റിറ്റി ചെക്ക് ചെയ്യുന്നതിനാണ് ഒതന്റിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം നെറ്റ്വർക്ക് വഴിയുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടി സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഫ്രെയിംവർക്ക്സ് ആരൊക്കെയാണെന്നാണ് ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ആണ് ACE, Authentication and Authorization for Constrained Environments. അപ്പോൾ ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒതന്റിക്കേഷൻ ഓതറൈസേഷൻ പ്രോട്ടോകോൾസിനെയൊക്കെ ഇവാലുവേറ്റ് ചെയ്തിട്ട് ഒരു കൺസ്ട്രെയിൻഡ് എൻവയോൺമെന്റിലേക്ക് അതിനെ അഡാപ്റ്റ് ചെയ്യുക എന്നാണ് ഇവരുടെ മെയിൻ പർപ്പസ്. ഇനി ഇതിന്റെ അപ്രോച്ച് എന്താ നമുക്ക് നോക്കാം. ഇത് ആദ്യം ഒരു കൺസ്ട്രെയിൻഡ് ആപ്ലിക്കേഷൻ പ്രോട്ടോകോളുമായിട്ട് പ്രൈമറിലി വർക്ക് ചെയ്യും. ദെൻ ഒരു ഡേറ്റാഗ്രാം ട്രാൻസ്പോർട്ട് ലെയർ സെക്യൂരിറ്റി യൂസ് ചെയ്തിട്ട് അതിനെ സെക്യൂർ ചെയ്യും. അപ്പോൾ ഇവരുടെ എയിം എന്ന് പറയുന്നത് ഒരു കൺസ്ട്രെയിൻഡ് എൻവയോൺമെന്റിലുള്ള റിസോഴ്സുകൾക്കെല്ലാം ഒതന്റിക്കേറ്റഡ് ആക്സസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് സൊല്യൂഷൻ ഉണ്ടാക്കുക എന്നതാണ്. ഈ ഒതന്റിക്കേഷൻ ആൻഡ് ഓതറൈസേഷനെ മീഡിയേറ്റ് ചെയ്യുന്നത് ഒരു അൺകൺസ്ട്രെയിൻഡ് ഓതറൈസേഷൻ സെർവർ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ ഒരു സെർവറാണ് ആക്സസ് റിക്വസ്റ്റുകളെല്ലാം വെരിഫൈ ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് യൂസർ ആണോ ആക്സസ് ചെയ്യുന്നത് എന്നെല്ലാം വെരിഫൈ ചെയ്യുന്നത് ഈ ഒരു സെർവർ യൂസ് ചെയ്തിട്ടായിരിക്കും. ഇനി ഈ ACEയുടെ ആപ്ലിക്കേഷൻസ് ആണ് RPL നെറ്റ്വർക്കിലേക്ക് ഓതറൈസ്ഡ് ആയിട്ടുള്ള നോഡ്സിന് മാത്രമേ ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് എൻഷുർ ചെയ്യും. അതുപോലെ RPLന്റെ അകത്തുള്ള റിസോഴ്സുകളൊക്കെ ഓതറൈസ്ഡ് ആയിട്ടുള്ള നോഡ്സിന് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് എൻഷുർ ചെയ്യും. Next one is DIS, DTLS in Constrained Environments. What do you mean by DTLS? Datagram Transport Layer Security. അപ്പോൾ ഈ ഡയസിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള നോഡ്സിലും നെറ്റ്വർക്സിലും എല്ലാം DTLSനെ ഒപ്റ്റിമൈസ് ചെയ്യുക എന്നതാണ്. ഇനി ഇവരുടെ കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ലോ പവർ ഡിവൈസുകൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് DTLS പ്രൊഫൈലിനെ ഡിഫൈൻ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ്, ഇൻവെസ്റ്റിഗേറ്റ് സെക്യൂറിംഗ് മൾട്ടികാസ്റ്റ് മെസ്സേജസ് ഇൻ കൺസ്ട്രെയിൻഡ് നെറ്റ്വർക്ക് യൂസിംഗ് DTLS റെക്കോർഡ് ലെയർ. അപ്പോൾ ഒരു DTLS റെക്കോർഡ് ലെയർ യൂസ് ചെയ്തുകൊണ്ട് കൺസ്ട്രെയിൻഡ് നെറ്റ്വർക്കിന്റെ അകത്തൊക്കെയുള്ള മൾട്ടികാസ്റ്റ് മെസ്സേജസിന്റെ സെക്യൂറിംഗ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ്, ഓവർഹെഡ്, ലാറ്റൻസി, എനർജി കൺസപ്ഷൻ ഒക്കെ മിനിമൈസ് ചെയ്യാൻ വേണ്ടി DTLS ഹാൻഡ് ഷേക്ക് പ്രോസസ്സിനെ ഒപ്റ്റിമൈസ് ചെയ്ത് കൊടുക്കും. അപ്പം ഇത്രയാണ് ഇതിന്റെ കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഈ ഡയസിന് RPLനകത്തുള്ള റിലവൻസ് എന്താണ്? 2 കാര്യങ്ങളാണ് വരുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ കൺട്രോൾ സിഗ്നൽസും ഡാറ്റ പാക്സും ഒക്കെ സെക്യൂർ ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഒരു സെക്യൂർ ചാനലിനെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്തത്, ടാമ്പറിങ്ങും ഈസ്ട്രോപ്പിങ്ങും ഒക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യും. അപ്പം ഈസ്ട്രോപ്പിംഗ് എന്ന് വെച്ചാൽ നമ്മൾ അറിയാതെ വേറൊരാൾ കേൾക്കുക, നമ്മൾ പറയുന്ന കാര്യം കേൾക്കും, അതിനാണ് ഒളിഞ്ഞിരുന്ന് കേൾക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പം അതാണ് ഈസ്ട്രോപ്പിംഗ്. ഇനി ടാമ്പറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ അയക്കുന്ന മെസ്സേജിന്റെ അകത്ത് ഒരു ചേഞ്ച് വരുത്തുന്നതിനാണ് ടാമ്പറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈസ്ട്രോപ്പിംഗിൽ നിന്നും ടാമ്പറിംഗിൽ നിന്നും എല്ലാം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഡയസ് RPLനെ ഹെൽപ്പ് ചെയ്യും. ഇനി RPL നോഡ്സിൻ്റെ അകത്തുള്ള മെയിൻ ആയിട്ടുള്ള സെക്യൂരിറ്റി കൺസിഡറേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് കൺസ്ട്രെയിൻഡ് റിസോഴ്സസ്. ഈ RPL നെറ്റ്വർക്കിൻ്റെ അകത്തുള്ള മിക്ക നോഡുകളും മിക്ക ഡിവൈസുകളും റൺ ചെയ്യുന്നത് ബാറ്ററി വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ലിമിറ്റഡ് പ്രോസസ്സിംഗ് പവറും മെമ്മറിയും ഉള്ളൂ.
അതുകൊണ്ട് തന്നെ ഈ റിസോഴ്സസ് ഒക്കെ ഡ്രെയിൻ ഔട്ട് ആവാതിരിക്കാൻ വേണ്ടി ഇവിടെയുള്ള സെക്യൂരിറ്റി മെക്കാനിസം ലൈക്ക് ഈ എൻക്രിപ്ഷൻ പോലുള്ള സെക്യൂരിറ്റി മെക്കാനിസംസ് എല്ലാം ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. അതാണ് കൺസ്ട്രെയിൻഡ് റിസോഴ്സ്. അപ്പോൾ ഇവിടുത്തെ റിസോഴ്സസ് എല്ലാം കൺസ്ട്രെയിൻഡ് ആണ്. സോ സെക്യൂരിറ്റി മെക്കാനിസംസും ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം. നെക്സ്റ്റ് എനർജി എഫിഷ്യൻസി. പല ഡിവൈസുകളും ബാറ്ററി കൊണ്ടാണ് റൺ ചെയ്യുന്നതെന്ന് പറഞ്ഞു. സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എൻക്രിപ്ഷൻ ഒതന്റിക്കേഷൻ പ്രോട്ടോകോൾസ് കമ്പ്യൂട്ടേഷൻ കമ്മ്യൂണിക്കേഷൻ ഓവർ ഹെഡ്സിനെ മിനിമൈസ് ചെയ്തിരിക്കണം ടു കൺസേർവ് ബാറ്ററി ലൈഫ്. അതായത് ബാറ്ററി ലൈഫ് കൺസേർവ് ചെയ്യാൻ വേണ്ടി ഈ എൻക്രിപ്ഷൻ ഒതന്റിക്കേഷൻ പ്രോട്ടോകോൾസ് അവരുടെ കമ്മ്യൂണിക്കേഷൻ കമ്പ്യൂട്ടേഷൻ ഓവർ ഹെഡ് മിനിമൈസ് ചെയ്യണം. നെക്സ്റ്റ് ഈസ് ഡൈനാമിക് ടോപ്പോളജീസ്. എന്തെങ്കിലും മൊബിലിറ്റി അല്ലെങ്കിൽ നോഡ് ഫെയിലിയേഴ്സ് ഉണ്ടായി കഴിഞ്ഞാൽ ടോപ്പോളജിക്കകത്ത് ചെറിയ ചേഞ്ചസ് ഒക്കെ വരും. അപ്പോൾ ഈ RPA നെറ്റ്വർക്ക് ഇങ്ങനെയുള്ള ചേഞ്ചസിനെ അഡാപ്റ്റ് ചെയ്യും. അപ്പോൾ അവിടെ ഒതന്റിക്കേഷൻ മെക്കാനിസംസും എൻഷുർ ചെയ്യണം. ഇങ്ങനെ ചേഞ്ചസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അവിടെ സെക്യൂർ ആയിട്ടുള്ള റീകോൺഫിഗറേഷൻ നടന്നിട്ടുണ്ടോ എന്ന് ഒതന്റിക്കേഷൻ മെക്കാനിസം എൻഷുർ ചെയ്തിരിക്കണം. ലാസ്റ്റ് വൺ ഇസ് മൾട്ടികാസ്റ്റ് ആൻഡ് ബ്രോഡ്കാസ്റ്റ് ട്രാഫിക്. റൂട്ടിംഗ് അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടി മൾട്ടികാസ്റ്റ് ട്രാഫിക്കിനെയാണ് RPA റിലേ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ നെറ്റ്വർക്കിനകത്തേക്ക് അൺഓതറൈസ്ഡ് നോട്ട്സ് മലീഷ്യസ് ആയിട്ടുള്ള മെസ്സേജസിനെ ഇൻജെക്ട് ചെയ്യാതെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഒതന്റിക്കേഷൻ മെക്കാനിസത്തിന്റെ ഉത്തരവാദിത്തമാണ്. So authentication mechanism must protect against unauthorized nodes injecting malicious messages into the network. Unauthorized nodes എന്ന് പറഞ്ഞാൽ ആരാണ്? Authenticated അല്ലാത്ത നോട്ട്സ് അല്ലെ, ഹാക്കേഴ്സ്. അങ്ങനെയുള്ള ആൾക്കാർ മലീഷ്യസ് ആയിട്ടുള്ള അതായത് സസ്പെക്റ്റഡ് ആയിട്ടുള്ള മെസ്സേജസിനെ ഇൻജെക്ട് ചെയ്യാതെ പ്രൊട്ടക്ട് ചെയ്യണം. ഒതന്റിക്കേഷൻ മെക്കാനിസംസ് ആണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് കീ സെക്യൂരിറ്റി കൺസിഡറേഷൻസ് ഫോർ RPA നോട്ട്സ്: കൺസ്ട്രെയിൻഡ് റിസോഴ്സസ്, എനർജി എഫിഷ്യൻസി, ഡൈനാമിക് ടോപ്പോളജീസ്, മൾട്ടികാസ്റ്റ് ആൻഡ് ബ്രോഡ്കാസ്റ്റ് ട്രാഫിക്. ഇനി നമുക്ക് നോക്കാം ചലഞ്ചസ് ഇൻ സെക്യൂറിംഗ് RPA. അപ്പോൾ ഈ RPA നെറ്റ്വർക്കിനെ സെക്യൂർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവിടെ എന്തൊക്കെ ചലഞ്ചസ് ആണ് വരാൻ പോകുന്നത്? ഫസ്റ്റ് വൺ, സെക്യൂറിംഗ് കൺസ്ട്രെയിൻഡ് നോട്ട്സ്. സെക്യൂരിറ്റി പെർഫോമൻസ് ഒക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു എൻക്രിപ്ഷൻ ഒതന്റിക്കേഷൻ പ്രോട്ടോകോൾസ് ആവശ്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു RPA നെറ്റ്വർക്കിൻ്റെ അകത്ത് ലിമിറ്റഡ് പ്രോസസ്സിംഗ് പവർ, മെമ്മറി, എനർജി ഒക്കെയുള്ള ഡിവൈസുകളാണ് ഉള്ളത്. അപ്പം ഇതിനെയൊക്കെ അഡ്രസ് ചെയ്യാൻ വേണ്ടി ലൈറ്റ് വെയിറ്റ് എൻക്രിപ്ഷൻ ഒതന്റിക്കേഷൻ പ്രോട്ടോകോൾസ് മസ്റ്റ് ആയിട്ടും യൂസ് ചെയ്യണം ടു പ്രൊവൈഡ് സെക്യൂരിറ്റി വൈൽ മെയിൻറ്റെയിനിങ് പെർഫോമൻസ്. നെറ്റ്വർക്കിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു കൺസ്ട്രെയിൻ നോട്ട്സ് എന്ന് പറയുന്നത് സെക്യൂരിറ്റി വൾണറബിലിറ്റി അല്ല എന്ന് എൻഷുർ ചെയ്യുന്നതാണ് ഇവരുടെ ഗോൾ. നെക്സ്റ്റ് വൺ ഈസ് ഹാൻഡ്ലിംഗ് ലെജസി പ്രോട്ടോകോൾസ്. ലെജസി മീൻസ് ഒത്തിരി പഴയ പ്രോട്ടോകോൾസ്. അപ്പോൾ പല നെറ്റ്വർക്കും ഇപ്പോഴും ലെജസി പ്രോട്ടോകോൾസ്, കുറേ ഓൾഡർ പ്രോട്ടോകോൾ വേർഷൻസ് ആണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഡിവൈസ്, ഇങ്ങനെയുള്ള പ്രോട്ടോകോൾസ് ഒക്കെ യൂസ് ചെയ്യുന്ന നെറ്റ്വർക്കിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ മോഡേൺ സെക്യൂരിറ്റി ഇഷ്യൂസിനെ അവർക്ക് ഡീൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ RPA നെറ്റ്വർക്കിന്റെ അകത്തുള്ള കമ്മ്യൂണിക്കേഷൻ സെക്യൂർ ആക്കാൻ വേണ്ടി നമുക്ക് ഈ DTLS പോലുള്ള ലെജസി പ്രോട്ടോകോൾസിലേക്ക് ഒതന്റിക്കേഷനും എൻക്രിപ്ഷനും ഒക്കെ ഇന്റഗ്രേറ്റ് ചെയ്ത് കൊടുക്കണം വിത്തൗട്ട് ദ നീഡ് ഫോർ കംപ്ലീറ്റ് റീഡിസൈൻ. അതായത് വീണ്ടും നമ്മൾ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് റീഡിസൈൻ ചെയ്യാതെ തന്നെ ഇതെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്ത് കൊടുക്കാനും പറ്റണം. അതൊരു ചലഞ്ചാണ്. ലാസ്റ്റ് വൺ ഈസ് സ്കെയിലിംഗ് ഓപ്പറേഷൻസ്. അതായത് ഒരു RPA നെറ്റ്വർക്കിന്റെ സൈസും കോംപ്ലക്സിറ്റി ഒക്കെ ഗ്രോ ആവുന്നതിനനുസരിച്ച് അതിന്റെ ഒതന്റിക്കേഷൻ മെക്കാനിസംസും സ്കെയിൽ അപ്പ് ചെയ്യണം എഫിഷ്യന്റ് ആയിട്ട്. അപ്പോൾ ആ നെറ്റ്വർക്കിന്റെ അകത്തുള്ള ഡിവൈസസും കണക്ഷൻസും ഒക്കെ ഇൻക്രീസ് ആകുമ്പോൾ ആ നെറ്റ്വർക്കും സെക്യൂർ ആണെന്ന് എൻഷുർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള ചലഞ്ചസ്: സെക്യൂറിംഗ് കൺസ്ട്രെയിൻ നോട്ട്സ്, ഹാൻഡ്ലിംഗ് ലെജസി പ്രോട്ടോകോൾസ്, ദെൻ സ്കെയിലിംഗ് ഓപ്പറേഷൻസ്. നമുക്ക് ക്വിക്ക് ആയിട്ടൊരു കൺക്ലൂഷൻ കൂടെ നോക്കാം. RPA എൻഷുർ സെക്യൂർ കമ്മ്യൂണിക്കേഷൻ ഇൻ ലോ പവർ ആൻഡ് ലോസി നെറ്റ്വർക്ക്. അപ്പോൾ ലോ പവർ ലോസി നെറ്റ്വർക്കിൽ RPA സെക്യൂർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനെ എൻഷുർ ചെയ്യുന്നു ബൈ ലെവറേജിംഗ് ഒപ്റ്റിമൈസ്ഡ് എൻക്രിപ്ഷൻ ആൻഡ് ഒതന്റിക്കേഷൻ പ്രോട്ടോകോൾസ് സച്ച് ആസ് ACE ആൻഡ് ഡൈസ്. അപ്പോൾ ACE, ഡൈസ് പോലുള്ള എൻക്രിപ്ഷൻ ആൻഡ് ഒതന്റിക്കേഷൻ പ്രോട്ടോകോൾസ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു കാര്യം നടത്തുന്നത്. ദീസ് ഫ്രെയിംവർക്ക് അഡ്രസ്സസ് ദ ചലഞ്ചസ് പോസസ്ഡ് ബൈ കൺസ്ട്രെയിൻഡ് റിസോഴ്സസ് ആൻഡ് ഡൈനാമിക് ടോപ്പോളജീസ് വൈൽ മെയിൻറ്റെയിനിങ് റോബസ്റ്റ് സെക്യൂരിറ്റി. അപ്പം ഈ ഒരു ഫ്രെയിംവർക്ക് റോബസ്റ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനൊപ്പം കൺസ്ട്രെയിൻഡ് റിസോഴ്സസ്, ഡൈനാമിക് ടോപ്പോളജീസ് പോലുള്ള ചലഞ്ചസിനെ കൂടെ അഡ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ RPA എൻക്രിപ്ഷൻ ആൻഡ് ഒതന്റിക്കേഷൻ ഓൺ കൺസ്ട്രെയിൻഡ് നോട്ട്സ്. സോ താങ്ക് യു എവരിവൺ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇപ്പോൾ വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം. ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നോട്ട്സ് വേണ്ടവരെ എനിക്ക് മെയിൽ അയച്ചാൽ മതി. ഞാൻ നിങ്ങൾക്ക് ഡ്രൈവിന്റെ ലിങ്ക് ഷെയർ ചെയ്ത് തരാം. ഞാൻ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് പല പല പ്ലേലിസ്റ്റുകളായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. IoT മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2 അങ്ങനെ പല പ്ലേലിസ്റ്റുകളായിട്ടാണ്. അപ്പോൾ അത് നിങ്ങൾ നോക്കി വേണം പഠിക്കാൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോസ് ഒക്കെ മിസ് ആവാൻ ചാൻസ് ഉണ്ട്. സോ വൺസ് അഗെയിൻ താങ്ക് യു.